നമ്മൾ യോഹന്നാൻ 6:44 അനുസരിച്ചുകൊണ്ട് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവർ എല്ലാവരും എൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആകർഷണത്തിൻ്റെ ഒരു കണ്ടൻ്റുണ്ട്. അതെന്തായിരിക്കും? ആകർഷണൻ്റെ കണ്ടൻറ്റ് നമുക്ക് മറ്റുള്ളവരുടെ കമ്മിറ്റ്മെൻറ്റാണ്. എപ്പോഴും ദൈവസ്നേഹം എപ്പോഴും പറയുന്നത്, ദൈവസ്നേഹത്തിൻ്റെ വിഷയം നമ്മൾക്ക് ദൈവസ്നേഹം കിട്ടി നമ്മളുടെ ഉദരപൂരണത്തിനേക്ക് മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ബൈബിൾ പറയണത് ഉദരമാണ് അവരുടെ ദൈവമെന്നാണ്. അതാണ് വിഷയം. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കാര്യം മാത്രം ജന്മകാലം മുഴുവനും നമ്മുടെ ജോലി, നമ്മുടെ മക്കളുടെ ഗതി പിടിക്കൽ, നമ്മുടെ മക്കളുടെ കല്യാണം, നമ്മുടെ മക്കൾ കുഞ്ഞുങ്ങളുണ്ടാകണത്, നമ്മുടെ വീട് വിൽക്കുന്നത്, നമ്മുടേതെന്ന് പറഞ്ഞിരുന്നാൽ അതിന് ബൈബിൾ പറയണത് ഉദരമാണ് അവരുടെ ദൈവം എന്നാണ്. ഫിലിപ്പിയർ 3:19 നാശമാണ് അവരുടെ അവസാനം, നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം, ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. അതായത് ലജ്ജാകരമായ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വിലയുമില്ലാത്ത കാര്യത്തിന് വല്ലാത്ത അഭിമാനം. എപ്പോഴും ബൈബിൾ പറയണത് അഭിമാനിക്കുന്നതിന് ആദ്യം അഭിമാനിക്കേണ്ടത് നിങ്ങളുടെ കാറിലോ വീടിലോ നിങ്ങളുടെ ആസ്തിയിലോ നിങ്ങളുടെ ശമ്പളത്തിലോ നിങ്ങളുടെ പ്രൊമോഷനിലോ നിങ്ങളുടെ PR-ലോ ഒന്നുമല്ല. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികടെ ഹല്ലേലൂയ. 2 കൊരിന്തോസ് 10:17 ഏറ്റവും പറയുക, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അപ്പോൾ ഫുൾ സ്പാർക്കിലേക്ക് വരികയാണ്. എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗത്തിൻ്റെ നിത്യമായ ലക്ഷ്യം എന്താണ്? ദൈവമാണ്. ദൈവത്തിൽ അഭിമാനിക്കുമ്പോഴാണ് ഇപ്പോൾ നിങ്ങൾക്ക് അത് തോന്നണ വാസ്തവത്തിൽ നിങ്ങളുടെ സ്ഥാവര ജംഗ വസ്തുക്കൾ നിങ്ങൾ ദൈവദർശനത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് അടിച്ചു മാറ്റുന്ന പരിപാടികളാണ് പലപ്പോഴും നിങ്ങൾ അഭിമാനമായിട്ട് പറയണത്. നത്തിങ്. ദൈവം തന്നെയാണ് നമ്മുടെ അഭിമാനത്തിൻ്റെ ആസ്തി എന്ന് പറയണത്. അത് അങ്ങനെ ദൈവം തന്നെ ഒരു വ്യക്തിക്ക് അഭിമാനത്തിൻ്റെ ആസ്തിയായി മാറുമ്പോൾ, അടിസ്ഥാനമായി മാറുമ്പോൾ നമ്മുടെ ആത്മാവിനെ വളരെ നല്ല മൂല്യവത്താകുന്നത് കൊണ്ട് ദൈവം അതിനെ അസൂയയോടെ അഭിലഷിക്കും. അപ്പം ഞാൻ പറഞ്ഞ ഈ സ്പാർക്ക് ശരിക്കും ഒരു സൂര്യനായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. നിങ്ങളുടെ ഉടമ്പടി പുതുക്കുന്ന അനുസരിച്ചുകൊണ്ട് സ്പാർക്ക് കൂടിക്കൂടി ഒരു സൂര്യനെ പോലെ ആയിരിക്കണം. സ്പാർക്ക് ടു സൺ. ഉടമ്പടി എങ്ങോട്ടാണ് പുതുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പാർക്കിൽ നിന്ന് ഒരു സണ്ണിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു സ്പാർക്കിൽ നിന്ന്, ഒരു പൊരിയിൽ നിന്ന് ഒരു സൂര്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ആ ഒരു മാറ്റം ആത്മീയ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെയാവും. അപ്പം അതുകൊണ്ട് ഇത് വിഷയം ക്രമീകരിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ വിഷയം ക്രമീകരിക്കുന്നതിൽ ശ്രദ്ധിക്കണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസം കൂടിയാൽ, ഇപ്പം നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷെ ആ സന്തോഷം വിശ്വാസം കൂടിയാൽ ഉണ്ടാകുന്നുണ്ടോ? അതാണ് വിഷയം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ള ആൾക്കാർക്ക് വിശ്വാസം കൂടിയാൽ ഉടനെ സന്തോഷം ഉണ്ടാവും. അതുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞതിലെ സന്തോഷിച്ചുകൊണ്ട് ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികടെ ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 16:31. അപ്പോസ്തലപ്രവർത്തനം 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 16:34. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. അതാണ് വിശ്വാസം തന്നെ ആനന്ദമാണ്. വിശ്വാസം തന്നെ ആനന്ദമാണ്. അതിനാണ് അഭിഷേക അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറയും. അനോയിൻറ്റഡ് നമുക്കൊരു ട്രഡീഷണൽ ഫെയ്ത്താണ് നമുക്കുള്ളത്. ട്രഡീഷണൽ ഫെയ്ത്താണ്. ട്രഡീഷണൽ ഫെയ്ത്ത് അതിന് അപ്ഡേഷൻസ് വരുമ്പോഴാണ് വിശ്വാസം അനോയിൻറ്റഡ് ഫെയ്ത്തായി വരണം. ഇപ്പം നമ്മൾ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു, ഓക്കെ, ചിലപ്പോൾ ആനന്ദം ഉണ്ടാകാൻ നിർബന്ധമില്ല. കാര്യം എന്താണ്? വിശ്വാസം
നമ്മുടെ പേരിൽ, അത് ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിക്കുമ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും വിശ്വാസത്തിലല്ലേ നമ്മൾ ജനിക്കണത്. അപ്പൻ്റെയും അമ്മയുടെയും വിശ്വാസം ജനിക്കുന്നതുകൊണ്ട് നമ്മൾ ആ വിശ്വാസത്തിൻ്റെ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് ആനന്ദം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുണ്ട് ജീവിച്ചതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണമെന്നേ വരത്തുള്ളൂ. പക്ഷേ എല്ലാവർക്കും ഈ ക്രിസ്ത്യൻസിനും നോൺ ക്രിസ്ത്യൻസിനും ഉള്ള സിംഗിൾ ക്വസ്റ്റ്യൻ എന്താണ്? ഹും ഡു യു സേ ദാറ്റ് ഐ ആം? അവിടെ ആ വിഷയത്തിൽ വരുമ്പോൾ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ആനുകൂല്യമില്ല. ഒരു ഫേവറബിൾ വിശ്വാസത്തിൽ വളരാനുള്ളൊരു ഫേവറബിൾ സർക്കംസ്റ്റൻസേ ഉള്ളൂ. ആ സർക്കംസ്റ്റൻസ് കൊണ്ട് അവൻ്റെ പേരിൽ അവൻ അത് വെച്ച് വ്യയം ചെയ്ത് അവൻ നേടിയെടുത്ത ഓക്കെയാണ്. നേടിയെടുക്കാത്ത എന്തുമാത്രം ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിക്ക് ഭാര്യയായിട്ട് നടക്കുന്ന എന്തുമാത്രം മനുഷ്യരുണ്ട് ഇല്ലേ? ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം ക്രിസ്ത്യൻ സഭയ്ക്ക് ബാധ്യതയായി നടക്കണ, ക്രിസ്ത്യൻ സമൂഹത്തിന് ബാധ്യതയായി നടക്കണ ഒത്തിരി മനുഷ്യരില്ലേ? അപ്പം ജനിക്കണതല്ല പ്രശ്നം. അപ്പോൾ നീ എത്ര സമ്പാദിച്ചു? ഹൂം ഡു യു? കുറേ ചോദ്യങ്ങൾ ബൈബിളിൽ ചോദിക്കും. നീ എത്ര സമ്പാദിച്ചു? 10 നാണയം കൊടുത്തവരുണ്ട്, 5 നാണയം കൊടുത്തവരുണ്ട്, 1 നാണയം കൊടുത്തവരുണ്ട്. യജമാനൻ തിരിച്ചു വരുമ്പോൾ ചോദിക്കണേ, ഓഡിറ്റിംഗ് നടത്തും, നീ എത്ര സമ്പാദിച്ചു? അവന് ഹൂം ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്നാണ് നിൻ്റെ അപ്പൻ പറയണമെന്നല്ല ചോദിക്കണത്, നീ പറയണത്. നിൻ്റെ അനുഭവമാണ് പ്രശ്നം. നിൻ്റെ വിശ്വാസത്തിൽ നീ എന്താണ് എന്നെക്കുറിച്ച് പറയണത്? അതാണ് അപ്ഡേഷൻസ് ഓഫ് ഫെയ്ത്ത്. അപ്ഡേഷൻസ് ഓഫ് ഫെയ്ത്ത് വരണമാണ് ഈ അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അഭിഷേക വിശ്വാസം മറ്റൊരു ട്രഡീഷണൽ വിശ്വാസമാണ്. പിന്നെ വേണമെങ്കിൽ ഒരു ജാതിക്കോയ്മ എടുത്തുകൊണ്ട് നമ്മൾ കുറഞ്ഞ പുള്ളിയല്ലെന്ന് പറയാമെന്നല്ലാതെ, മസിൽ പെരുപ്പിക്കാമെന്നല്ലാതെ ജാതിക്കോയ്മയ്ക്കും പാരമ്പര്യ വിശ്വാസത്തിനും പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. ഹും ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്നാണ് നീ പറയണത്? നിൻ്റെ പിതാക്കന്മാർ നീ ആരാണെന്ന് പറഞ്ഞിട്ട് കഥയില്ല. നീ ആരാണെന്നാണ്, ഞാൻ ആരാണെന്നാണ് നീ പറയണത്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 16:15 അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണത്. ഓരോ വ്യക്തിയും ഓരോ ദിവസവും അവൻ്റെ വിശ്വാസത്തിന് വ്യക്തിപരമായ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കണം. നിൻ്റെ വിശ്വാസം വളർന്നു. നിൻ്റെ വിശ്വാസം വളർന്നില്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഇൻ യുവർ ഹെഡ്, നിൻ്റെ തലയിൽ കിടക്കും. ഇതിൻ്റെ അകത്തൊരു വിഷയം വരണത് വളരെ ഈ സൂചിയും നൂലും കോർക്കണ പോലെ ഓടുകയും ചെയ്യണം, സൂചിയും നൂലും കോർക്കുകയും ചെയ്യണം, ഇല്ലേ? അങ്ങനെ ഒരു വട്ടം ഇല്ലേ? സ്പോർട്സിൽ നമ്മൾ ഓടുകയും ചെയ്യണം, ആ ഓട്ടത്തിനിടയിൽ സൂചിയും നൂലും കോർക്കുകയും ചെയ്യണം. ഇതുപോലെ നാരങ്ങ സ്പൂൺ ഓട്ടമില്ലേ? സ്പൂണിൽ നാരങ്ങ വെച്ചുകൊണ്ട് നമ്മൾ ഓടും, പക്ഷെ നമ്മൾ ഓടി ജയിക്കും. പക്ഷെ ചിലപ്പോൾ സ്പൂണിൽ നാരങ്ങ ഉണ്ടാകത്തില്ല. അപ്പം തോറ്റുപോയി. ഓടി ജയിക്കാൻ നമുക്ക് ലോകത്തിൽ കള്ളത്തറവ, തോന്നിവാസവ, കരിഞ്ചന്ത്, കള്ളനോട്ട എന്തൊക്കെ ഓടി ജയിക്കാൻ പറ്റും. പക്ഷെ ജയിച്ച് കഴിയുമ്പോൾ സ്പൂണിൽ നാരങ്ങ ഉണ്ടാകത്തില്ല. അപ്പോൾ തോറ്റതായിട്ട് പ്രഖ്യാപിക്കും. അതാണ് വിഷയം. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഓടുമ്പോൾ ഓട്ടത്തിലായിരിക്കും ആൾക്കാർ ശ്രദ്ധിക്കണതേ, നാരങ്ങയെ ശ്രദ്ധിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ നല്ല ഓട്ടം ഓടി എന്താ പറയണത്? വിശ്വാസം നാരങ്ങ വിശ്വാസം സംരക്ഷിച്ചു. അത് ഈ ഓട്ടത്തിൽ, ഈ പരക്കം പാച്ചിൽ സൂക്ഷ്മതയോടെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് നിത്യത. അതുകൊണ്ടാണ് കൃപാസൻ എപ്പോഴും നിത്യതയെക്കുറിച്ച് പറയും. ഞാൻ നിത്യതയെക്കുറിച്ച് പറയാൻ കാരണം അതുമാത്രമല്ല, ഈ നിങ്ങളുടെ ഈ കൂട്ടായ്മയും ഞാനിവിടെ നിൽക്കുന്നതും കർത്താവ് നമ്മുടെ മധ്യത്തിൽ സാന്നിധ്യം നൽകുന്നതിൻ്റെ പിന്നിലുള്ളത് എന്താണ്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. 2004 സംഭവിച്ച മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ സന്ദേശം നൽകിയത്. ആ സന്ദേശം സഭ ഏറ്റെടുക്കണം. എന്നിട്ട് ലോകവ്യാപകമായ ദൈവത്തിൻ്റെ സന്ദേശം കൈമാറണം. ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം ഈ കൊച്ചിടത്തെ ഉപയോഗിക്കുകയാണ്.
അതുകൊണ്ടാണ് നിങ്ങളെ തിരിച്ച് ഇങ്ങനെ വിളിച്ചു വരുത്തിയത്. എന്തിനാണ്? പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം വേണ്ടി വിളിച്ചു വരുത്തിയതാണ്. നിങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊള്ളാമെന്ന് പറഞ്ഞാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അല്ലേ? ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആദ്യ പോർഷൻ ദൈവത്തിൻ്റെത് അങ്ങോട്ട് മാറും. ചില ആൾക്കാർ ബിസിനസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവിടെ അതിൻ്റെ അകത്തുള്ള ലാഭം എടുത്ത് ആദ്യം അവർ പറപ്പം മേടിക്കും, എന്നിട്ട് കണ്ടവൻ്റെ കാശെടുത്തിട്ടാണ് പിന്നെ ബിസിനസ് ചെയ്യണത്. അത് തെറ്റാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. അത് നിങ്ങൾ മുട്ടയെന്ന് ചെല്ലണം. മുട്ടയെന്ന് ചെല്ലുമ്പോൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ആഗ്രഹിക്കണം. എന്ത് ചെയ്യണം? കർത്താവ്, എത്രയും വേഗം നിൻ്റെ പ്രത്യക്ഷീകരണം, അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ പഠിക്കാൻ ഇടയാക്കണമേ, എന്നിട്ട് ലോകത്ത് വ്യാപകമായി അതിൽ പ്രചരിക്കാൻ ഇടയാക്കണമേ. ഇപ്പം ഞാൻ ഓരോ രാജ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കൂട്ടായ്മയാണ് ഉള്ളത്. ഇപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ വാട്സപ്പുകൾ, ഇപ്പം ഞാൻ തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ കൂടെ 5:30 പ്രാർത്ഥിക്കണില്ലേ? നിങ്ങളത് മുടങ്ങരുത് കേട്ടോ. നമ്മൾ ഡെയിലി ബ്രെഡ് മുടങ്ങരുത്. ഡെയിലി ബ്രെഡ് കൂടുന്നത് കൈപ്പൊക്കെ പ്രൈസ് ലോർഡ്. ഇനി കൂടാത്തവർ ഇന്ന് നാളെ മുതൽ കൂടിയേക്കണം. 5:30 നമ്മൾ ഒരുമിച്ചാണ് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണത്. എന്നിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. എന്തിനാണ് പ്രാർത്ഥിക്കണത്? നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ ദൂതനെ സെൻഡ് ചെയ്യാൻ. അത് നിസ്സാരമല്ല, അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നമ്മൾ പോകുന്നിടത്തേക്ക് നമ്മുടെ ദൂതൻ, നീ പോകുന്നിടത്തേക്ക് നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുമെന്നുള്ള വാഗ്ദാനമാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. ഇത് നിസ്സാരമല്ല. ആദ്യമേ തന്നെ അമ്മ മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ടിനി. ഇത് എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും ബ്രദറുമാണ്. ഞാൻ എറണാകുളം വരാപ്പുഴയിൽ നിന്നും വരുന്നു. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തതും ഇവിടെ വന്നതും മെയ് 2023 എൻ്റെ ആദ്യത്തെ നിയോഗം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് 9 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. പല ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ കാണിച്ചു. ആയുർവേദം, അലോപ്പതി, ഹോമിയോ എല്ലാ മെഡിസിനുകളും എടുത്തു. IVF പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകാനുള്ള സാമ്പത്തികം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഡോക്ടറെ കാണിച്ചപ്പോൾ എനിക്കും ഹസ്ബൻഡിനും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും കുഞ്ഞുങ്ങളൊന്നും ആവുന്നുണ്ടായിരുന്നില്ല. ധ്യാനങ്ങളൊക്കെ ഒത്തിരി കൂടിയിട്ടുണ്ട്. നേർച്ചകൾ, വഴിപാടുകളൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ അറിയാവുന്ന ഒത്തിരി പേർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം നിരാശയായി ട്രീറ്റ്മെൻറ്റുകളെല്ലാം തന്നെ നിർത്തി. ദൈവത്തിൽ നിന്ന് ഒത്തിരി അകലാൻ തുടങ്ങി. പ്രാർത്ഥനകളെല്ലാം നിർത്തി തുടങ്ങി. പള്ളിയിൽ പോകാൻ താല്പര്യമില്ലാതായി. അങ്ങനെ വളരെ നിരാശയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പലരും ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ മാതാവ് അനുഗ്രഹിക്കുമെന്ന്. പക്ഷേ നമ്മൾ ഒത്തിരി നിരാശയിലായിരുന്നുകൊണ്ട് ഇവിടെ വരാനോ ഉടമ്പടി എടുക്കാനോ ഒന്നും ആ സമയത്ത് നമ്മൾ താല്പര്യം കാണിച്ചില്ല. വിശ്വാസം തന്നെ തീരെ ഉണ്ടായിരുന്നില്ല അപ്പോഴൊന്നും. പിന്നെ എപ്പോഴോ മാതാവ് തന്നെ നമ്മളെ തോന്നിപ്പിച്ച് ഇവിടെ 2023 മെയ് മാസത്തിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇവിടെ കൃപാസനത്തിൽ വന്നു. ആ സമയത്ത് ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചൊന്നുമല്ല ഞങ്ങൾ വന്നത്. ഇവിടെ വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ച് മാതാവിനോട് അനുഗ്രഹം വാങ്ങിച്ച് പോകാൻ മാത്രമാണ് ഉദ്ദേശിച്ചാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ അന്ന് നല്ലൊരു തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഒത്തിരി ആളുകൾ, ഒത്തിരി വിശ്വാസികൾ ഇവിടെ വരുന്നതും അതുപോലെ സാക്ഷ്യം പറയുന്നതൊക്കെ കണ്ടപ്പോൾ ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ച് വന്നതല്ലെങ്കിൽ കൂടിയും ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ടാണ് പോയത്. പതുക്കെ പിന്നെ പ്രാർത്ഥന ഓരോന്നായി തുടങ്ങി. പള്ളിയിൽ പോകാൻ തുടങ്ങി. സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അതുവരെ കൃപാസനം പത്രം വായിക്കുക പോലും ചെയ്യാതിരുന്ന ഞാൻ വായിക്കാൻ തുടങ്ങി. ധ്യാനങ്ങളൊക്കെ കൂടാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ മാതാവിലോട്ട് അടുത്തു വന്നു. അതിനുശേഷം 2 തവണ ഞാനിവിടെ വന്ന് പുതുക്കിയത് എൻ്റെ വളരെ താല്പര്യത്തോടും വിശ്വാസത്തോടും കൂടി തന്നെയാണ്. പതുക്കെ മാതാവിൻ്റെ ഓരോ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു തുടങ്ങി മാതാവ്. ഒരു പ്രാർത്ഥനാ വേളയിൽ, ഒരു ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് അച്ഛൻ പറഞ്ഞു, ഈശോ ഇറങ്ങി വന്ന് ഓരോരുത്തരെയും തൊട്ട് സൗഖ്യപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ നിമിഷത്തിൽ എല്ലാവരും
കൈകൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ, ഉറക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി ലോക്കറ്റ് രണ്ട് കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു കൈയിലോട്ട് പിടിച്ച് മാതാവിനോട് കരഞ്ഞു പറഞ്ഞു, മാതാവ്, ഇതിനു മുമ്പും ഇതുപോലെയുള്ള പ്രാർത്ഥനാ വേളകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈശോ എൻ്റെ അടുത്തുള്ള ഓരോരുത്തരെ സൗഖ്യപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഒരിക്കലും ശ്രദ്ധിക്കുകയോ എൻ്റെ ആവശ്യങ്ങൾ ഒരിക്കലും നടത്തി തരികയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഈശോ എന്നെ ഉറപ്പായിട്ടും ശ്രദ്ധിക്കും. കാരണം ഇന്ന് എൻ്റെ കയ്യിലുള്ളത്, എൻ്റെ കൂടെയുള്ളത് ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയുടെ അമ്മ തന്നെയാണ്. അതുകൊണ്ട് മാതാവ് എന്നെ സഹായിക്കണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ കരഞ്ഞ് എൻ്റെ നിയോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉടമ്പടി ലോക്കറ്റ് പിടിച്ചിരുന്ന എൻ്റെ കൈ പതുക്കെ വിറയ്ക്കാൻ തുടങ്ങി. ആദ്യം അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഒത്തിരി സമയം കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാവാം അങ്ങനെ സംഭവിച്ചതെന്ന് വിചാരിച്ച് ആ കയ്യിൽ നിന്ന് ലോക്കറ്റ് മാറ്റി അടുത്ത കൈയിലോട്ട് പിടിച്ചു. അപ്പോൾ പഴയ ആദ്യത്തെ കൈ വിറയ്ക്കുന്നത് നിൽക്കുകയും രണ്ടാമത് ലോക്കറ്റ് പിടിച്ച കൈ പിന്നെയും വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ പ്രവർത്തനമാണ്. മാതാവ് ഏതോ ഒരു കാര്യം എൻ്റെ സാധിച്ചു തരാൻ പോവുകയാണ്, എന്നെ അനുഗ്രഹിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. അങ്ങനെ 9 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയി. അത്രയും നാളുകൾക്ക് ശേഷം ആയതുകൊണ്ടും 10-35 വയസ്സുള്ളത് കൊണ്ടും റിസ്കുകൾ പലതും ഉണ്ടാവാമായിരുന്നു. പക്ഷേ മാതാവ് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഉണ്ടാവാൻ അനുവദിച്ചില്ല. അതുപോലെ തന്നെ പലരും പറഞ്ഞിരുന്നു ജോലിക്കൊന്നും പോകാതെ റെസ്റ്റ് എടുത്തുകൂടെ, ജോലിക്കൊക്കെ പോകുമ്പോൾ അതൊരു ഒത്തിരി ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ഡെലിവറിയുടെ തലേന്ന് വരെ ജോലിക്ക് പോയി. ഞാനൊരു നഴ്സാണ്. തലേന്ന് വരെ ജോലിക്ക് പോയി. ഒരു കുഴപ്പവും മാതാവ് എനിക്ക് വരുത്തിയില്ല. ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ കുഞ്ഞിനെ മാതാവ് അവിടുത്തെ കൈവെള്ളയിൽ തന്നെ നോക്കിക്കോണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് തന്നത് മാതാവായതുകൊണ്ട്, കുഞ്ഞിനെ തന്ന മാതാവായതുകൊണ്ട് യാതൊരു കുഴപ്പമില്ലാതെ എനിക്ക് തരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ നവംബർ 5-ന് ഒരു ആൺകുഞ്ഞിനെ എനിക്ക് മാതാവ് നൽകി. അവന് ആൺകുഞ്ഞായതുകൊണ്ട് മാതാവിൻ്റെ അപ്പൻ്റെ പേര് തന്നെയാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. ജോവാക്യം എന്നാണ് ഞങ്ങൾ അവനെ വിളിക്കുന്നത്. ഈ അനുഗ്രഹത്തിന് മാതാവിന് ഒരുപാട് നന്ദി. അടുത്ത എൻ്റെ ഒരു നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരുന്നു. ഹസ്ബൻഡിന് ഇടയ്ക്ക് തൊണ്ടയിലൊരു തടസ്സം പോലെ നേരിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ആദ്യം ഞങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായില്ല. ഞങ്ങളത് കുഴപ്പമില്ല, ചിലപ്പോൾ കഫക്കെട്ടോ അല്ലെങ്കിൽ ആൾക്ക് മരപ്പണിയാണ്, അപ്പോൾ പൊടിയുടെ അലർജി എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് അത് കാര്യമാക്കിയില്ല. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ട് പിന്നെ കൂടി വന്നു. അതിനോടൊപ്പം തന്നെ ശ്വാസ തടസ്സവും അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു, ചെറിയ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു. അപ്പോൾ അവർ ചെറിയ അലർജി ആയിരിക്കും, കഫക്കെട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് മരുന്നുകളൊക്കെ തന്നു. പക്ഷെ അതുകൊണ്ടൊന്നും മാറാതായി. സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പേടിയായിരുന്നു. ഇനി എന്തെങ്കിലും കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും കേട്ടാലോ എന്ന് വിചാരിച്ച് പേടിയായിരുന്നു. അവസാനം ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അതെന്താണെന്ന് കൂടി എനിക്ക് അറിയണ്ട, മാതാവ് അത് മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഹസ്ബൻഡിന് ആ ഒരു ബുദ്ധിമുട്ട് തീരെ തന്നെ ഇല്ല. ശ്വാസം മുട്ടോ ആ തൊണ്ടയിലെ തടസ്സം ഒട്ടും തന്നെ ഇല്ല. അതിന് മാതാവിനോട് ഉണ്ണീശോയ്ക്ക് ഒരുപാട് നന്ദി. എൻ്റെ അടുത്തൊരു നിയോഗം എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടായിരുന്നു. അവൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചിരിക്കുന്നത്. പക്ഷേ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവന് അതിൻ്റെ ട്രെയിനിങ്ങിനോ ജോലിക്കോ പോകാൻ സാധിക്കാത്ത വിധം കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടാവുകയും അമ്മയെ നോക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അവന് കൂടെ നിൽക്കേണ്ടി വരികയൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ജോലിക്ക് പോകാൻ പിന്നെ അവന് പറ്റിയില്ല. അവൻ ഒത്തിരി ജോലികൾ അന്വേഷിച്ചു, പക്ഷെ ഒന്നും തന്നെ അവന് സ്ഥിരമായിട്ട് അതിനകത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓരോരോ തടസ്സങ്ങൾ കൊണ്ട് അതെല്ലാം നഷ്ടപ്പെടുമായിരുന്നു. അവൻ്റെ സമപ്രായക്കാർ ജോലി ചെയ്ത് കുടുംബം നോക്കുകയും അവരുടെ ആവശ്യങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ അവന് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം അവനുണ്ടായിരുന്നു. മറ്റുള്ളവരെന്താ ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന് വളരെയേറെ വിഷമമുണ്ടായിരുന്നു പറയാനായിട്ട്. അവസാനം നിയോഗത്തിൽ ഞാൻ മാതാവിനോട് വെച്ച് പ്രാർത്ഥിച്ചപ്പോഴോ എംപ്ലോയ്മെൻറ്റ് വഴി കോൺട്രാക്റ്റ് ബേസിൽ അവന് വാട്ടർ അതോറിറ്റിയിൽ ഒരു ജോലി കിട്ടി. ഇപ്പോൾ അവൻ്റെ കോൺട്രാക്റ്റ് കഴിയുകയാണ്. പക്ഷേ അവന് അവിടെ തുടർന്ന് പോകാനായിട്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോഴും അവിടെ തുടർന്ന് പോകാനായിട്ട് സാധിച്ചു. അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് 2 വർഷത്തോളം ജോലി ഇല്ലാതിരിക്കേണ്ട ഒരവസ്ഥയുണ്ടായി. പൊടിയിൽ നിന്നുള്ള അലർജിയൊക്കെ കാരണം അതിൽ നിന്ന് വിട്ടുനിന്ന് മറ്റു ജോലികളൊന്നും ചെയ്യാൻ പറ്റാണ്ട് 2 വർഷത്തോളം ജോലി ഇല്ലാണ്ടിരുന്ന അവസ്ഥയിൽ ഒരു തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാതാവ് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഓരോ കാര്യങ്ങളും നടക്കേണ്ട സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പൈസയുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാം മാതാവ് ഞങ്ങൾക്ക് നടത്തി തന്നിട്ടുണ്ട്.
ഞങ്ങൾ തന്നെ പലപ്പോഴും ആശ്ചര്യപ്പെട്ടു പോയിട്ടുണ്ട്. മാതാവ് അതാത് സമയങ്ങളിൽ ആ പൈസയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കറക്റ്റ് സമയങ്ങളിൽ നടത്തി തന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങളും സഹായങ്ങളും ചെയ്ത മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി. ഞാൻ ഇവിടെ ഇടയ്ക്കൊക്കെ വന്ന് കൃപാസനം പത്രമൊക്കെ മേടിച്ചുകൊണ്ട് പോയി പലർക്കും കൊടുക്കാറുണ്ട്. നമ്മുടെ അനുഭവങ്ങളെല്ലാം അവരോട് പങ്കുവെക്കാറുണ്ട്. ഈ കൃപാസനം പത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ആദ്യമൊക്കെ എനിക്കിത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നേരിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഭയങ്കര ഒരു നാണക്കേട്, ഒരു ചമ്മലൊക്കെ ആയിരുന്നു മറ്റുള്ളവരുടെ കൈ കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യ തവണയൊക്കെ ഞാൻ വല്ലയിടത്തും വെച്ച് ആയിട്ട് പോകുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഓരോരുത്തർക്ക് നേരിട്ട് കൊടുക്കണമെന്ന്. അപ്പോഴും നമ്മുടെ ഉള്ളിലൊരു ആ ഒരു ചമ്മലും എന്തോ ഒരു നാണക്കേട്, അറിയത്തില്ല, നേരിട്ട് കൊടുക്കാനുള്ളൊരു മടി. അതുകൊണ്ട് ഞാനത് നമ്മുടെ ഇടവകയിലല്ല മറ്റുള്ള ഇടവകകളിലൊക്കെ പോയി ഓരോരുത്തർക്ക് നേരിട്ട് കൊടുക്കാൻ തുടങ്ങി. ഒരിക്കൽ ഞാൻ വിചാരിച്ചു, മാതാവ് എങ്ങനെയാണെങ്കിലും ഇത് എൻ്റെ ഇടവകയിൽ തന്നെ എനിക്ക് കൊണ്ടുപോയി കൊടുക്കണം, അതിനെനിക്ക് എങ്ങനെയും സാധിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് രണ്ടും കൽപ്പിച്ച് ഞാൻ ഒരു ദിവസം പത്രമായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ തന്നെ പോയി. കുർബാന തീരാറായപ്പോൾ അത് കൊടുക്കേണ്ട നേരമായപ്പോഴേക്കും എൻ്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് പതുക്കെ നാണക്കേട് വന്നു തുടങ്ങി. ഞാൻ എങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്ത് കൊടുക്കും, എന്നെ അറിയുന്നവരാണല്ലോ ഇവിടെ ഉള്ളവരെല്ലാം എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. ഞാൻ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു അതൊന്ന് മാറി കിട്ടാൻ വേണ്ടി. അപ്പോൾ മാതാവ് എന്നെ എൻ്റെ നിയോഗങ്ങളെ ഓർമ്മിപ്പിച്ച് തന്നു. എൻ്റെ ഓരോ നിയോഗങ്ങളെ ഞാൻ ഓർത്തപ്പോൾ എൻ്റെ എല്ലാ നാണക്കേടുകളും മാറി. ഞാൻ നേരിട്ട് ഇറങ്ങി എല്ലാവർക്കും അന്ന് കൊണ്ടുപോയി എല്ലാ പത്രവും ഞാൻ എല്ലാവർക്കും കൊടുത്തു. അതിന് അത് മാതാവ് തോന്നിച്ച് എനിക്ക് ചെയ്തതാണ്. ഒരുപാട് നന്ദിയുണ്ട് അതിന്. എൻ്റെ പേര് സുസ്മി ജസ്റ്റിൻ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് സെൻറ് തോമസ് ചർച്ച് പടവരാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 13/5/2025 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ 3.5 വർഷമായി വിദേശത്തേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഓരോ പടിയായി തടസ്സങ്ങൾ മാത്രം കണ്ടുകൊണ്ടുവരുന്ന സമയത്താണ് ഞാൻ ഉടമ്പടിയെ പറ്റിയും കൃപാസനം മാതാവിൻ്റെ അനുഗ്രഹത്തെ പറ്റിയും ഒക്കെ അറിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ 3.5 വർഷമായി എന്ന് പറഞ്ഞതിൽ ആദ്യം ഞാൻ കാനഡയിലേക്കാണ് വിസയ്ക്ക് നോക്കിയിരുന്നത്. PR നോക്കി, തടസ്സം വന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻറ് വിസയിലേക്ക് നോക്കി. അത് ആദ്യത്തെ തവണ ഭാഗ്യക്കേടാകെ വിഡ്രോവൽ വന്നു. പിന്നത്തെ 2 തവണ റിജക്ഷൻ വന്നു. അങ്ങനെ ഞാൻ ആകെ തളർന്നു പോയി. പിന്നീട് അത് നടക്കാതെ ആയപ്പോൾ ജർമ്മനിയിലേക്ക് സ്റ്റുഡൻറ് വിസ നോക്കി. അതിനുശേഷം വീണ്ടും ന്യൂസിലാൻഡ് വർക്ക് വിസ നോക്കി. ഇതിലെല്ലാം തടസ്സമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ദൈവത്തിനോട് മാതാവിനോട് ചോദിച്ചു, ഇത്രയും വലിയ പാപിയാണോ ഞാൻ? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നത്? ഇത് വരാനായിട്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് മാതാവേ എന്ന് ചോദിച്ച് ഞാൻ ഒരു വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത്, അതിനാൽ നീ ഏതവസ്ഥയിലാണ് അധപതിച്ചെന്ന് ചിന്തിക്കുക, അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അപ്പം ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചു കൃപാസനം മാതാവിൻ്റെ പുണ്യഭൂമിയിലേക്ക് വരണമെന്ന്. അങ്ങനെ 13-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. പിറ്റേ ദിവസം തന്നെ ഞാൻ ജർമ്മനിയിലേക്ക് വെച്ചിരിക്കുന്ന വിസ ഓൺലൈനിൽ സബ്മിഷനായി. അപ്പോൾ എനിക്ക് പൂർണ്ണമായി വിശ്വാസമായി എന്നെ മാതാവ് കൈവിട്ടിട്ടില്ല എന്ന്. അവിടുന്ന് ഞാൻ എൻ്റെ പ്രവർത്തികൾ ചെയ്തു തുടങ്ങി. പിന്നീട് VFS വെക്കണമായിരുന്നു ജർമ്മനിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു, ഇപ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്, 3 മാസം 4 മാസം വരെയൊക്കെയാണ് സമയം, വേഗം എടുക്കണം, എന്തുണ്ടെങ്കിൽ ബ്ലാക്കിൽ പൈസ കൊടുത്ത് എടുക്കണം എന്ന് പറഞ്ഞു. 30,000, 40,000, 50,000 വരെ എമൗണ്ട് പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ മാതാവിനോട് കരഞ്ഞപേക്ഷിച്ച് ചോദിച്ചു. അങ്ങനെ 1 മാസം തികച്ചെടുത്തില്ല. അപ്പോഴേക്കും എനിക്ക് VFSന് ഡേറ്റ് കിട്ടി. അത് വെറും 956 രൂപ മാത്രം കൊടുത്തിട്ടാണ് എനിക്ക് VFSന് ഡേറ്റ് കിട്ടിയത്. അവിടുന്ന് അങ്ങോട്ട് എൻ്റെ എല്ലാ പ്രോസസ്സുകളും ഭയങ്കര സ്പീഡായിരുന്നു. കൃപാസനം മാതാവിനെ സഞ്ചാരി മാതാവെന്നും സമയച്ചുരുക്കത്തിൻ്റെ മാതാവെന്നും വിളിക്കുന്നതിൽ ഇത്രമാത്രം വലിയ കൃപയും അനുഗ്രഹം എനിക്ക് തന്നു എന്ന് എനിക്ക് അപ്പം മനസ്സിലായി. അതിനുശേഷം ഞാൻ ഡേറ്റ് എടുത്തു. എനിക്ക് ആദ്യം വന്നത് ഒക്ടോബറിലായിരുന്നു. വളരെ 5-6 മാസമായി ഞാനിത് തുടങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു ജർമ്മനിയിലേക്കുള്ള വിസ. അങ്ങനെ 6-ാം മാസം ഡേറ്റ് വന്നു. പിന്നീട് എന്തോ ഒരു ഭാഗ്യത്തിന് അത് വീണ്ടും 2 ആഴ്ച മുന്നത്തേക്ക് നീട്ടി കിട്ടുകയായിരുന്നു. പഴയ റീഫണ്ട് എനിക്ക് കിട്ടുകയും ചെയ്തു. അതിനുശേഷം ഞാൻ VFSലേക്ക് വന്ന് പെട്ടെന്ന് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും 3:15 എനിക്ക് അപ്പോയിൻമെൻറ്റ് സമയം. പക്ഷേ 12:45 എനിക്ക് കയറി ഒരു അരമണിക്കൂർ തികച്ച് VFS ഓഫീസിലിരിക്കേണ്ടി വന്നില്ല. അവിടുത്തെ ഇൻ്റർവ്യൂവിൽ ചെയ്യുന്ന ആൾ എന്നോട് നല്ല സൗമ്യമായിട്ടും സ്നേഹത്തോടെയും പുഞ്ചിരിച്ചോടും കൂടെ സംസാരിച്ചു. എനിക്കിങ്ങനെ ആളുകളെയൊക്കെ അഭിമുഖീകരിക്കുന്നത് വളരെയധികം ഒരു ചമ്മലുള്ള ആളായിരുന്നു. അവിടുന്ന് മാതാവ് എന്നെ കൈപ്പിടിച്ചുയർത്തി. അതിനുശേഷം VFS കഴിഞ്ഞു അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യൂ, 2 മാസമൊക്കെ കഴിഞ്ഞിട്ട്. ഇതിന് മുന്നേ അപ്ലൈ ചെയ്തവർക്ക് വരാതിരിക്കാത്തുണ്ട്, പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ വേഗം വന്നു. മാതാവിൻ്റെ അനുഗ്രഹത്താലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. VFSലേക്ക് വന്ന് എനിക്ക് വിസ വന്നത് 17 സെപ്റ്റംബറിലാണ് വന്നത്. മാതാവിൻ്റെ ദിവസമായ 7 എന്നൊരു
ഇത് ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 17-ാം തീയതി വന്നു. അത് കഴിഞ്ഞ് ഞാൻ വിസയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ നോക്കിയത് ഒക്ടോബർ 7 ഈ വരുന്ന 7-ാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ് മാതാവിൻ്റെ അനുഗ്രഹത്താൽ. അതിലുപരി എനിക്ക് വേറെ പീഡകളുണ്ടായിരുന്നു. ഡെലിവറിക്ക് ശേഷം 2022 പുറം വേദനയായിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡിസ്ക് ബൾജ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് എനിക്ക് പള്ളിയിൽ പോയാലും മുട്ടുകുത്തി അധികം നേരം നിൽക്കാൻ തന്നെ പറ്റില്ല. 29 വയസ്സേ ഉള്ളൂ എനിക്ക്. അപ്പം ഞാൻ കസേരയിലോ ബെഞ്ചിലൊക്കെയാണ് പോയിരിക്കാറ്. ഇപ്പോൾ 3 വർഷത്തോളമായിട്ട് എനിക്ക് അങ്ങനെ പുറം വേദനയൊന്നുമില്ല. ഞാനിപ്പോൾ കുടുംബ പ്രാർത്ഥനയിൽ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ മുട്ടുകുത്തി നിൽക്കും. കുർബാനയിലും ആത്മീയമായി എനിക്ക് വളരെയധികം സാധിച്ചു. അതാണ് എനിക്കിതിലുണ്ടായിരുന്ന ഒരു മാതാവിൻ്റെ വലിയ അനുഗ്രഹം. നാമമാത്രമായി ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിരുന്ന ഞാൻ ആദ്യമൊക്കെ ജീസസ് യൂത്ത്, KCYM, CLC അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. 8-9 വർഷമായിട്ട് കുർബാനയിൽ ഞായറാഴ്ച മാത്രമേ പോകാറുള്ളൂ. അത് തന്നെ എന്തെങ്കിലും പരിപാടികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മാറ്റിവെക്കുമായിരുന്നു. കുടുംബ പ്രാർത്ഥനയാണെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു ദിവസം വല്ല ഫിലിമൊക്കെ ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ ക്ഷീണമായിട്ട് അന്നത്തെ കുടുംബ പ്രാർത്ഥനയൊന്നും ചെയ്യില്ലായിരുന്നു. 13/5/2025 തൊട്ട് ഇന്ന് വരെ ഞാൻ കുടുംബ പ്രാർത്ഥനയും കുർബാനയും മുടക്കിയിട്ടില്ല. വേറെ ഒരു കാര്യങ്ങൾക്ക് പോയിട്ടില്ലെങ്കിലും ഇത് കഴിഞ്ഞിട്ടേ മറ്റുള്ള കാര്യങ്ങളുള്ളൂ. അങ്ങനെ എന്നെ മാതാവ് ഒരുപാട് അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് ചെറുപ്പം മുതലേ പ്രഷർ ഭയങ്കര കുറവായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തലവേദന, തല കറങ്ങി വീഴുമായിരുന്നു. ഞാൻ എന്നും പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഉപ്പ് കുടിക്കുന്ന വെള്ളത്തിലും കുളിക്കുന്ന വെള്ളത്തിലും എല്ലാം ഇട്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ അപ്പം ഞാൻ തൈലവും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. എൻ്റെ മകൾക്കും മോൾക്കും പനി എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ചെയ്യുമായിരുന്നു. അതൊക്കെ ഉടനടി മാതാവ് മാറ്റിത്തന്നു. എനിക്കിപ്പോൾ പ്രഷർ സംബന്ധമായിട്ട് അമ്മ എന്നോട് ചോദിക്കും, ഇപ്പോൾ പ്രഷർ കുറവുണ്ടോ? നോക്കുമ്പോൾ പ്രഷർ കുറവൊന്നുമില്ല. തലവേദനയായിട്ട് അങ്ങനെ കറങ്ങി വീഴാറൊന്നുമില്ല. അതും മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കുഴിനകം വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കയ്യിലും കാലിലും ഒക്കെ. അത് വളരെ വിങ്ങലായിരുന്നു. സൂചി കൊണ്ട് പോലും തൊടാൻ പറ്റില്ല, മരുന്ന് വെച്ചാലും കാര്യമില്ല. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം മാതാവിൻ്റെ ഉടമ്പടി തൈലൊക്കെ തേച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് രാത്രി ഇങ്ങനെ വീർത്തിരുന്ന കുഴിനകം പിറ്റേ ദിവസം അത് പൊട്ടിപ്പോയി. വേദന പോലും ഞാൻ അറിഞ്ഞില്ല. കൈമ തൊടാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം എൻ്റെ ജീവിതം ഒരു ചിട്ടയും അടക്കും ഒതുക്കുമുള്ള ഒരു പോലെയായി. 5 മണിക്ക് ഞാൻ എന്നും എണീക്കും, ഡെയിലി ബ്രെഡ് കൂടും, പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലും. അവിടെ നിന്ന് അങ്ങോട്ട് ബൈബിൾ എല്ലാ ദിവസവും 1/2 മണിക്കൂർ വായിക്കും. ഉച്ചതിരിഞ്ഞ് കുടുംബ പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ കിടന്നുറങ്ങാറുള്ളൂ. പേഴ്സണലായിട്ട് ആത്മീയമായിട്ട് എനിക്ക് വളരെയധികം വളരാൻ സാധിച്ചു. അമ്മ എന്നോട് എപ്പോഴും ചോദിക്കും, എങ്ങനെയാണ് നീ 5 മണിക്ക് എനിക്ക് മഴയായാലും മഞ്ഞായാലും തണുപ്പായാലും ഞാൻ അമ്മ മാതാവിന് വേണ്ടിയാണല്ലോ ചെയ്യുന്നത് എന്നൊരൊറ്റ ഉറച്ച വിശ്വാസത്തിലും സന്തോഷത്തിലും ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മരണം വരെയും ഞാൻ ഉടമ്പടി ജീവിതത്തിലൂടെ തന്നെ മുന്നേറും. പിന്നെ വിസ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു വചനം എടുത്തായിരുന്നു. അതിൽ ഇങ്ങനെയായിരുന്നു: മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. അങ്ങനെ ഞാൻ വിശ്വസിച്ച് മാതാവിൻ്റെ കൈ മുറുകെ പിടിച്ച് നടക്കുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ എല്ലാ മാസത്തിൽ 2-3 ആഴ്ച ഞങ്ങളുടെ അവിടെ അത്താണി പോപ്പ് ഹോൾ മേഴ്സി ഹോമിൽ പോയിട്ട് അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുകയും അവരെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി ക്രീമൊക്കെ പറ്റി അവരെ വർത്തമാനം പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ച് എല്ലാ ഞായറാഴ്ചയും ചെയ്യാറുണ്ട്. പിന്നെ പട്ടിക്കാട് ഒരു ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ അവിടെയുണ്ട്, അവിടെ പോയിട്ട് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സാമ്പത്തികമായിട്ട് രോഗപീഠകൾ വരുന്നവരെ എന്നെ കഴിയുന്ന വിധത്തിൽ ഞാൻ സഹായിക്കാറുണ്ട്. ഈ വിസയുടെ പ്രോസസ്സിനൊക്കെ ആയിട്ട് 2.5 വർഷത്തോളമായി ഞാൻ ബാങ്കിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അവിടുന്ന് ഞാൻ ജോലി നിർത്തിയിട്ടാണ് ഈ പ്രോസസ്സുകൾ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ജോലി നിർത്തി ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാനസികമായിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ചേച്ചി നഴ്സാണ്, അനിയത്തി നഴ്സിംഗ് പഠിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, നഴ്സിംഗ് പഠിച്ചുമായിരുന്നെങ്കിൽ വേഗം പുറത്തു പോവായിരുന്നു. അത് അവരുടെ ഇതുകൊണ്ട് ചോദിക്കുന്നതാണ് അവർ. എന്നാലും എനിക്കത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടി. ദൈവാനുഗ്രഹത്തിൽ എനിക്ക് പോകാൻ സാധിച്ചു. ഇത്രയധികം കൃപകൾ തന്ന കൃപാസന മാതാവിന് ഞാൻ നന്ദി പറയുന്നു.